ദഹനകാലം 4-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സമരിയാക്കാരി സ്ത്രീയും യേശുവും. ജീവിച്ചു വളർന്ന സാഹചര്യം കൊണ്ട് പാപത്തിന് അടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ് സമരിയാക്കാരി സ്ത്രീ. സ്വാർത്ഥമോഹത്താൽ രാജ്യം വിഭജിച്ച ജെറോബോവാമിന്റെ പാപത്തിന്റെ ബീജമാണ് സമരിയാക്കാർ. കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഫലമായി തിരുത്തപ്പെടാൻ അനേകം അവസരം നൽകിയിട്ടും വഴിപ്പെടാത്ത ആ ജനതയെ BC 721 അസീറിയൻ സൈന്യം ഇസ്രായേൽക്കാരെ നാട് കടത്തുകയും വിദേശികളെ അവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. 2 രാജാക്കന്മാർ 17:6, 24:41. അതിന്റെ ഫലമായി ഉണ്ടായ സങ്കര ജനമാണ് സമരിയാക്കാർ എന്നറിയപ്പെടുന്ന യഹൂദജനം. അശുദ്ധ രക്തത്താൽ പിറന്ന അവർ സമൂഹത്തിൽ നിന്ന് തിരസ്കൃതരായി. തങ്ങളുടെ ദേശത്ത് കൂടെ വഴി നടക്കുവാൻ പോലും രണ്ടു കൂട്ടരും തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. സമരിയാക്കാർ ആരാധനയ്ക്കായി നിർമ്മിച്ച ഗെരിസീം മലയിലെ ദേവാലയം BC 128 തച്ചുടച്ച് കളഞ്ഞതോടെ നിയമാവർത്തനം 27:4 അവർക്കിടയിലുള്ള സ്പർദ്ധ വർദ്ധിച്ചു വന്നു. സാഹചര്യം കൊണ്ട് ധാർമ്മിക ശോഷണം സംഭവിച്ച ഒരു ജനതയുടെ വീണ്ടെടുപ്പ് കൂടെയാണ് യേശുവിന്റെ ആഗമനോദ്ദേശം. പാപം വർദ്ധിച്ചിടത്ത് കൃപയും വർദ്ധിക്കും എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു സുവിശേഷ പ്രഘോഷണമാണ് സമരിയാക്കാരിയോട് യേശു നടത്തുന്നത്. അവിശ്വാസിയായ അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവുമല്ല എന്ന് യേശു പറഞ്ഞതും അവൻ അവൾക്ക് ഒരു യഹൂദനല്ല, മറിച്ച് പ്രഭുവും പ്രവാചകനുമായി മാറി. അവരുടെ സംഭാഷണം തുടർന്നുകൊണ്ടിരിക്കെ യഥാർത്ഥ ആരാധനകൾ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതോടെ അവനെ അവൾ മിശിഹായായി ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല, വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം ഉപേക്ഷിച്ച് ഉടനെ പട്ടണത്തിലേക്ക് പോയി അവനെക്കുറിച്ച് നാട് മുഴുവൻ വിളംബരം ചെയ്തു. സമരിയാക്കാർ കൂട്ടം കൂട്ടമായി വന്ന് അവനെ കാണുകയും ശ്രവിക്കുകയും ചെയ്തു. കടുത്ത ശത്രുതയിലായിരുന്നുവെങ്കിലും യേശുവിനെ തങ്ങളോടുകൂടെ വസിക്കുവാൻ അവർ നിർബന്ധിച്ചു. 2 ദിവസം അവരോടൊപ്പം വസിച്ചുകൊണ്ട് ഒരു യഹൂദനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ വലിയ വിപ്ലവാത്മകമായ പ്രവൃത്തി അവൻ ചെയ്യുകയും ചെയ്തു. ഒരു യഹൂദനും അന്നുവരെ ഏറ്റുപറയാത്ത ഒരു വാചകം അവർ അപ്പോൾ പറഞ്ഞു: ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയാണ് ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. പാരമ്പര്യത്തിന്റെ അഹങ്കരിക്കുന്ന ഏതൊരു വ്യക്തിത്വമുള്ള താക്കീതാണിത്. ദൈവജനത്തിന് ആരാധിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടാകാൻ പാടുള്ളൂ. നിയമാവർത്തനം 12:2-12 എന്നതാണ് നിയമമെങ്കിലും മിശിഹ വരുമ്പോൾ യഹൂദരുമായുള്ള തർക്കം തീരുമെന്ന് സമരിയാക്കാർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിന്റെ ആരംഭമാണ് അവരോടൊത്തുള്ള ഈ വാസം. കുരിശുമരണത്തോടെ അവൻ എല്ലാ ജനതകളെയും, സ്വജാതീയരെയും വിജാതീയരെയും സമരിയാക്കാരെയും ദൈവത്തിൽ സമന്വയിപ്പിച്ചു. 5 ഭർത്താക്കന്മാർ എന്ന പരാമർശം വടക്കൻ പാലസ്തീനായിൽ ഇസ്രായേലരുമായി ബന്ധത്തിലേർപ്പെട്ട 5 ഗോത്രങ്ങളും അവർ ആരാധിച്ചിരുന്ന അവരുടെ 5 കുലദൈവങ്ങളുമായിരുന്നത്രേ. ഈ കുലദൈവങ്ങളെ ബാൽ പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത്. ബാൽ എന്ന വാക്കിന് ഭർത്താവ് എന്നൊരർത്ഥമുണ്ട്. ഇങ്ങനെ വഴിതെറ്റിപ്പോയ സമരിയാക്കാരെ വീണ്ടും വീണ്ടെടുപ്പിക്കണമെന്നുള്ള പ്രവചനം ഇവിടെ നിറവേറപ്പെടുകയാണ്. ഹോസിയ 2:16-20. ഈ വീണ്ടെടുപ്പിന്റെ ദാഹവുമായിട്ടാണ് യേശു ആ കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്നത്. അത് ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. പാപം ചെയ്ത് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദാഹമാണ്. ഞാൻ പാപിയാണ്, സമൂഹത്തെ അഭിമുഖീകരിക്കാൻ പ്രയാസമാണ് എന്ന് ചിന്തിച്ച് ആരും പുറത്തു കിടക്കാത്ത നട്ടുച്ച നേരത്ത് പാത്തും പതുങ്ങിയും കടന്നു വന്ന സമരിയാക്കാരി പാപം ചെയ്യുന്ന മനുഷ്യന്റെ കുറ്റബോധമാണ് സൂചിപ്പിക്കുന്നത്. തന്റെ പാപം ആരും അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ മറച്ചുവെച്ച എല്ലാ രഹസ്യപാപങ്ങളും ദൈവം അറിയുന്നുണ്ട്. ഓരോ പാപവും ഓരോ ഭർത്താക്കന്മാരാണ്. സമരിയാക്കാരിക്ക് 5 പാപങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കോ? പല തഴക്ക ദോഷങ്ങൾക്കും നാം അടിമകളാണ്. മദ്യപാനം, മയക്കുമരുന്ന് ഒരു ക്യാൻസർ രോഗം പോലെ സമൂഹത്തിൽ പടർന്നു കയറുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ട് മദ്യപാനി എന്തെല്ലാം വൈകൃതങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. മയക്കുമരുന്നിന്റെ ആഘാതം അതിലും വലുതാണ്. ബാഹ്യമായി തോന്നിയില്ലെങ്കിലും ഇന്ന് ലോകത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്ത് മൊബൈൽ അഡിക്ഷൻ തന്നെയാണ്.
ആദ്യ രണ്ട് ദുശീലങ്ങളോട് സമൂഹവും മുതിർന്നവരും കണ്ണുരുട്ടി കാണിക്കുന്നുവെങ്കിൽ മൂന്നാമത്തെ ദുശീലത്തിന് മുതിർന്നവർ തന്നെ കൂട്ടുനിൽക്കുന്നു. അപക്വമതികളുടെ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ എല്ലാത്തരം തിന്മകൾക്കും അത് കാരണമായി തീരുന്നു. ഇവയെല്ലാം താൽക്കാലിക സന്തോഷം മാത്രമാണ് നൽകുന്നത്. ശാശ്വത സന്തോഷം ഭൗതിക വസ്തുക്കളിൽ നിന്നും ഒരിക്കലും ലഭിക്കുകയില്ല. എല്ലാ ഭൗതിക സുഖങ്ങളുടെയും ഭൗതിക തത്വചിന്തകളുടെയും പിറകെ പോയി നിരാശരായി അവസാനം അവൻ അതേറ്റു പറഞ്ഞ് അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഈ അസ്വസ്ഥത ദൈവത്തെ ആസ്വദിക്കാനുള്ള ദാഹമാണ്. സങ്കീർത്തകൻ പറയുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. സങ്കീർത്തനം 42:1. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ. യോഹന്നാൻ 7:37. നമ്മുടെ ആത്മാവിനു വേണ്ടി ദാഹിച്ചു കഴിയുന്ന യേശു വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28. നമ്മുടെ പഴയ ജീവിതത്തിൽ നിരവധി തെറ്റുകൾ സംഭവിച്ചിരിക്കാം. അറിവില്ലായ്മയായിരിക്കാം പലതിനും കാരണം. പക്ഷേ തെറ്റുകൾ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ സമരിയാക്കാരിയെ പോലെ ആ കുടം അവിടെ ഉപേക്ഷിച്ച് ദൈവം പകർന്നു തരുന്ന ആത്മീയ ജലം സ്വീകരിച്ചുകൊണ്ട് ആത്മാവിന്റെ അസ്വസ്ഥത നീക്കിക്കളയാൻ നമുക്ക് പരിശ്രമിക്കാം. മാമോദീസയായി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ജനിച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള യേശുവിന്റെ ദാഹം ശമിപ്പിക്കാൻ നമുക്ക് നമ്മെ തന്നെ യേശുവിന് വിട്ടുകൊടുക്കാം.